ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ സയൻസിന്റെ 10th ചാപ്റ്റർ, അതായത് ഫിസിക്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ 164ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് മീൻ ബൈ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ദ ഐ? വെൻ ദ സിലിയറി മസിൽസ് ആർ റിലാക്സ്ഡ്, the eye lens becomes thin. The focal length increases and the distant objects are clearly visible to the eyes. കണ്ണിനകത്തുള്ള ലെൻസിന്റെ അതിലെ മസിൽസ് റിലാക്സ് ചെയ്യുമ്പോൾ ബിക്കം തിൻ. അത് തിന്നാവുമ്പോൾ അത് സ്വയം അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലെൻസിന്റെ ഫോക്കൽ ലെന്ത് ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. The focal length increases and the distant objects are clearly visible to the eyes. ഫോക്കൽ ലെന്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അകലെയുള്ള വസ്തുക്കൾ കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ടു സീ ദ നിയർ ബൈ ഒബ്ജക്ട് ക്ലിയർലി, ദ സിലിയറി മസിൽസ് കോൺട്രാക്ട് മേക്കിംഗ് ദ ഐ ലെൻസ് തിക്കർ. അപ്പോൾ ഐ ലെൻസ് തിക്കർ ആവാൻ വേണ്ടി അവിടെ മസിൽ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് നിയർ ബൈ ഒബ്ജക്റ്റും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഈ ലെൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദസ് ദ ഫോക്കൽ ലെന്ത് ഓഫ് ഐ ലെൻസ് decreases and the nearby objects becomes visible to the eyes. അതുപോലെ തന്നെ hence the human eye lens is able to adjust its focal length to view both distant and nearby objects on the retina. അപ്പോൾ ഇങ്ങനെ കണ്ണിലെ ലെൻസിന് ഈ മസിൽസിന്റെ സഹായത്തോടെ ഈ ലെൻസിന് ഫോക്കൽ ലെന്ത് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. അങ്ങനെ പറ്റുന്നത് കൊണ്ട് തന്നെ അകലെയുള്ള വസ്തുക്കളും അടുത്തുള്ള വസ്തുക്കളും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ദിസ് എബിലിറ്റി ഈസ് കോൾഡ് ദ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ദ ലെൻസ് ഓഫ് ദ ഐസ്. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ: വിത്ത് എ മയോപിക് ഐ കനോട്ട് സീ ഒബ്ജക്ട്സ് ബിയോണ്ട് 1.2 meter distinctly. What should be the type of corrective lens used to restore proper vision? ഒരു മയോപിക് ഐ ഉള്ള ഒരു പേഴ്സണ് 1.2 മീറ്ററിനപ്പുറം അകലമുള്ള വസ്തുക്കളെ കാണാൻ പറ്റും. ഇത് കറക്റ്റ് ചെയ്യാൻ ഏത് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്? ദ പേഴ്സൺ ഈസ് ഏബിൾ ടു സീ നിയർ ബൈ ഒബ്ജക്ട് ക്ലിയർലി, ബട്ട് ദ പേഴ്സൺ ഈസ് അൺഏബിൾ ടു സീ ഒബ്ജക്ട് ബിയോണ്ട് 1.2 meter because the image of an object beyond 1.2 meter is formed in front of the retina and not at the retina. അപ്പോഴുണ്ടാകുന്ന ഇമേജ് അത് റെറ്റിനയ്ക്ക് മുൻപിലാണ് ഫോം ചെയ്യുന്നത്, അത് കറക്റ്റായിട്ട് റെറ്റിനയിലല്ല. അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ടു കറക്റ്റ് ദിസ് ഡിഫക്റ്റ് ഓഫ് വിഷൻ യു മസ്റ്റ് യൂസ് എ കോൺകേവ് ലെൻസ്. ദ കോൺകേവ് ലെൻസ് വിൽ ബ്രിങ് ടു ദ ഇമേജ് ബാക്ക് ടു ദ റെറ്റിന. അപ്പോൾ റെറ്റിനയിൽ കൃത്യമായിട്ട് ഇമേജ് വന്നെങ്കിലേ നമുക്ക് ഇമേജിനെ അത് കാണാൻ പറ്റുള്ളൂ, ക്ലിയർ വിഷൻ കിട്ടുള്ളൂ. ഇവിടെ 1.2 മീറ്ററിന് അപ്പുറമുള്ള ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയ്ക്ക് മുന്നിലാണ്. അപ്പൊ അതിനെ നമുക്കൊരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാം. അതിന്റെ ഫിഗർ ഇപ്പോൾ വരയ്ക്കാം. ഇതാണ് സാധാരണ ഒരു മയോപിക് ഐയുടെ പിക്ചർ. ഇവിടെ ഇതിന്റെ ഫാർ പോയിന്റ് ഈ കോയിൽ ഇവിടെയാണ്. ഈ ഫാർ പോയിന്റ് വരെയുള്ള ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു ഫസ്റ്റ് പിക്ചറിൽ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് റെറ്റിനയിൽ വന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ മയോപിക് ഐയിൽ ഈ ഫാർ പോയിന്റ് ഇവിടെയാണെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 1.2 മീറ്ററിന് അപ്പുറത്തേക്കുള്ള ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ ഇവിടെ ഇമേജ് ഫോം ചെയ്ത് നോക്കുക. ഇത് കണ്ണിലെ ലെൻസ്, അത് കോൺവെക്സ് ലെൻസ് ആണ്. ഈ ലെൻസിൽ വന്നിട്ട് ഇമേജ് ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് റെറ്റിനയ്ക്ക് മുന്നിലാണ്. നോർമലി ഫാർ പോയിന്റ് വരെ ഇവിടെ വരെ ചെയ്യുന്നത് കറക്റ്റ് റെറ്റിനയിൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് വരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയ്ക്ക് മുന്നിലാണ്, അകലെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റില്ല. ഇനി അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വരുന്ന ലൈറ്റ് റേസ് അല്ലെങ്കിൽ ഇമേജിലേക്ക് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേസ് ഇവിടെ എത്തി ഇവിടെ നിന്നൊന്ന് ഡൈവേർജ് ചെയ്ത് കുറച്ച് അകത്തി വിടുന്നു. നേരെ വന്നാൽ ഇത് ഈ കോൺവെക്സ് ലെൻസിലൂടെ വന്ന് ഇവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുന്നേ തന്നെ കുറച്ചുകൂടി അകത്തി വിടുന്നു, ഡൈവേർജ് ചെയ്യിക്കും. അതിനുവേണ്ടി നമ്മൾ കോൺകേവ് ലെൻസ് ഉപയോഗിക്കും.
അങ്ങനെ ഈ കോൺകേവ് ലെൻസിലൂടെ കടത്തിവിട്ട് അകന്നു വരുന്ന ആ റേസ് അത് വന്നിട്ട് ഫോക്കസ് ചെയ്യുന്നത് കറക്റ്റ് റെറ്റിനയിലായിരിക്കും. അപ്പൊ അങ്ങനെ ഫോക്കസ് ചെയ്താൽ ആദ്യത്തെ കേസിലെ പോലെ തന്നെ ഈ വരുന്ന ലൈറ്റ് റേസിനെ ഒന്ന് മാറ്റിവിട്ടാൽ അതിനെ റെറ്റിനയിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. കറക്ഷൻ ഓഫ് മയോപ്പിയ, ഇതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി കോൺകേവ് ലെൻസ് ഉപയോഗിക്കും. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, what is the far point and near point of the human eye with normal vision? സാധാരണ കാഴ്ചയ്ക്കുള്ള ഫാർ പോയിന്റും നിയർ പോയിന്റും സാധാരണ ആരോഗ്യമുള്ള ഒരു കണ്ണിന്റെ എത്രയാണ്? The near point of the eye is minimum distance of the object from the eye which can be seen distinctly without strain. അതായത് നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്നും വേണ്ട മിനിമം ഡിസ്റ്റൻസ്, വളരെ അടുത്ത് വെച്ചാലും നമുക്ക് കാണാൻ പറ്റില്ല, ഒരുപാട് അകലെയായാലും കാണാൻ ബുദ്ധിമുട്ടായി. അപ്പം കണ്ണിൽ നിന്നും കുറച്ച് മാറ്റി പിടിക്കണം, കണ്ണോട് ചേർത്ത് വെച്ചാൽ നമുക്ക് വിഷൻ ക്ലിയർ ആയിരിക്കും. അപ്പൊ അതിന് വേണ്ട മിനിമം ഡിസ്റ്റൻസ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ കണ്ണിന്റെ ആ മിനിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ നിയർ പോയിന്റ് എന്ന് പറയുന്നത്. വിച്ച് ക്യാൻ സീൻ ബൈ ഡിസ്റ്റിങ്ക്ട്ലി വിത്തൗട്ട് സ്ട്രെയിൻ ഫോർ നോർമൽ ഹ്യൂമൻ ഐ, ആരോഗ്യമുള്ള ഒരു കണ്ണിന്റെ ദിസ് ഡിസ്റ്റൻസ് ഈസ് 25 സെന്റിമീറ്റർ. 25 സെന്റിമീറ്റർ അകലെയാണ്, കണ്ണിൽ നിന്നും 25 സെന്റിമീറ്റർ അകലെയാണ് വെക്കുന്നതെങ്കിൽ അത് നമുക്ക് വായിക്കാൻ പറ്റും, വ്യക്തമായിട്ട് കാണാൻ പറ്റും. 25 സെന്റിമീറ്ററിലും കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുവന്നാൽ അത് ക്ലിയർ ആകും. അതുകൊണ്ടാണ് അതിനെ നിയർ പോയിന്റ് എന്ന് പറയുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഫാർ പോയിന്റ്. ഫാർ പോയിന്റ് ഓഫ് ദ ഐ ഈസ് ദ മാക്സിമം ഡിസ്റ്റൻസ് ടു വിച്ച് ദ ഐ ക്യാൻ സീ ദ ഒബ്ജക്ട്സ് ക്ലിയർലി. കണ്ണിന് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും മാക്സിമം അകലെ എത്ര ഡിസ്റ്റൻസ് വരെ കാണാൻ പറ്റും, അതാണ് ഫാർ പോയിന്റ്. ദ ഫാർ പോയിന്റ് ഓഫ് ദ നോർമൽ ഹ്യൂമൻ ഐ ഈസ് ഇൻഫിനിറ്റി. വളരെ അകലെയാണ്, ഇൻഫിനിറ്റി ആണ് ഫാർ പോയിന്റ് ആരോഗ്യമുള്ള ഒരു കണ്ണിന്റെ. അപ്പോൾ നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ആ വ്യക്തിക്ക് അകലെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റുന്നില്ല, കാരണം അയാളുടെ ഫാർ പോയിന്റ് സാധാരണ നോർമൽ ഐയുടെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പൊ എത്ര അകലെ വരെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റണം. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 1.2 മീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനപ്പുറത്തേക്കുള്ള വസ്തുക്കളെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അതിന്റെ പരിഹാരമായിട്ടാണ് അവിടെ ലെൻസ് വെച്ചു കൊടുക്കും. ഇത് കോൺകേവോ കോൺവെക്സോ, നിയർ പോയിന്റിലും ഫാർ പോയിന്റിലും ഒക്കെ വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ ലെൻസ് വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടാത്ത, നോർമലി ഒരു കുഴപ്പവും ഇല്ലാത്ത ഹ്യൂമൻ ഐയുടെ കാര്യമാണ് പറഞ്ഞത്. അതിന്റെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഇതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ, എ സ്റ്റുഡന്റ് ഹാസ് ഡിഫിക്കൽറ്റി റീഡിംഗ് ദ ബ്ലാക്ക് ബോർഡ് വൈൽ സിറ്റിംഗ് ഇൻ ദ ലാസ്റ്റ് റോ. വാട്ട് വുഡ് ബി ദ ഡിഫെക്ട് ദ ചൈൽഡ് ഈസ് സഫറിംഗ് ഫ്രം? ഹൗ ക്യാൻ ഇറ്റ് ബി കറക്റ്റ്? എന്താണ് പ്രശ്നം, അതെങ്ങനെ കറക്റ്റ് ചെയ്യാം? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു, എ സ്റ്റുഡന്റ് ഹാസ് ഡിഫിക്കൽറ്റി റീഡിംഗ് ഇൻ ദ ബ്ലാക്ക് ബോർഡ് വൈൽ സിറ്റിംഗ് ഇൻ ദ ലാസ്റ്റ് റോ. അപ്പോൾ വളരെ അകലെ ഇരിക്കുമ്പോഴാണ് ബ്ലാക്ക് ബോർഡ് കാണാൻ പറ്റാത്തത്. അപ്പോൾ അകലെയുള്ള വസ്തുക്കളെയാണ് വ്യക്തമായി ആ കുട്ടിക്ക് കാണാൻ പറ്റാത്തത്. അപ്പൊ അതെന്താണ്, അതെങ്ങനെ പരിഹരിക്കാം? ദ സ്റ്റുഡന്റ് ഹാസ് ഡിഫിക്കൽറ്റി ഇൻ റീഡിംഗ് ദ ബ്ലാക്ക് ബോർഡ് വൈൽ സിറ്റിംഗ് ഇൻ ദ ലാസ്റ്റ് റോ. ഇറ്റ് ഷോസ് ദാറ്റ് he is unable to see distant object clear. മുമ്പത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ കണ്ടീഷനാണ്. he is suffering from myopia, അതായത് അകലെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റാത്ത അവസ്ഥ. ദിസ് ഡിഫെക്ട് ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ് എ കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിന്റെ എക്സാമ്പിൾ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഇത്. അകലെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റുന്നില്ല, ബ്ലാക്ക് ബോർഡ് ഇതിലും അകലെ ആണെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പൊ അവിടെ കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് ഇത് പരിഹരിക്കാം. ഈ സഫറിംഗ് ഫ്രം myopia, this defect can be corrected by using a concave lens.